നമ്മുടെ ഹോർട്ടികോർപ്പിൻ്റെ വകയായിട്ട് നമുക്കൊരു 3 കൂട് തേനീച്ചപ്പെട്ടി കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ നമുക്ക് അവർക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ആയിരിക്കുന്ന പഞ്ചസാര ലായനിയാണ്. അതായത് 1.5 ഗ്ലാസ് വെള്ളത്തിൽ 3 ഗ്ലാസ് പഞ്ചസാര തണുപ്പിച്ച് വെച്ചതാണത്. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് ഇനി നേരെ തേനീച്ചക്കൂട്ടിലേക്ക് പോവാം. നമ്മൾ തോട്ടത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ബോക്സാണിത്. അപ്പോൾ നമുക്ക് പതുക്കെ ഇത് അഴിച്ച് നോക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ വെള്ളം ഇതൊന്നാവാതിരിക്കാനാണ് ഈ പ്ലാസ്റ്റിക് കവർ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഒരു ഡിഷ് വെച്ചിട്ട് ഇതാണ്. ഇതിൻ്റെ മുകളിൽ ഉറുമ്പുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. മെല്ലെ നമുക്ക് തുറന്നു നോക്കാം. തേനീച്ചകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫ്രെയിമുകൾ മെല്ലെ എടുത്ത് നോക്കാം. തേനീച്ചകളെ അവറ്റകൾക്ക് വേദനയാവാത്ത വിധത്തിൽ നമ്മൾ പതിയെ ഒരു ഫ്രെയിം എടുത്ത് നോക്കുകയാണ്. ഇതുണ്ടല്ലേ, നിറച്ച് ഈച്ചകളാണ്. നമ്മളെടുത്ത ഫ്രെയിം അതേപോലെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളത് എടുത്തൊന്ന് നോക്കി എന്നേ ഉള്ളൂ. തേനീച്ചകളൊക്കെ അത്യാവശ്യത്തിനുണ്ട് ഈ ബോക്സിൽ. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഹണി ചേമ്പർ എന്ന് പറഞ്ഞ സംഗതിയാണ് ഈ ബോക്സ്. താഴെ വരുന്നത് ബ്രൂഡ് ചേമ്പർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പഞ്ചസാര ലായനി കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഈ ബോക്സ് ഇതാണ് അതിൻ്റെ പാത്രം. ഇത് പതിയെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. തേനീച്ചകളുടെ മുകളിലാവരുത്. ഇങ്ങനെ തേനീച്ചകൾ ഇരിക്കുമ്പോൾ ഈ ട്രേ വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഊതി കൊടുത്താൽ മതി. അവറ്റുള്ള താഴേക്ക് പോയിക്കോളും. അപ്പോൾ ഈ സൈഡിൽ അധികം തേനീച്ചകളില്ലാത്തതുകൊണ്ട് നമ്മൾ പതിയെ ഇത് അവിടെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇതുപോലെ 1-2 ഇലകൾ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അഥവാ ഏതെങ്കിലും ഈച്ചകൾ മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കയറി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഇലകൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് തേനീച്ചക്കൂടുകളിൽ തീറ്റ വെച്ച് കൊടുക്കുന്നത്.